ദൈവാസനോട് ചേർന്ന് എനിക്ക് പ്രിയപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ദൈവം മാനിക്കട്ടെ. ഈ ആലയത്തിന് കീഴിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ബിജു പാസ്റ്റർ കുടുംബം. ദൈവാസനന്റെ പേരറിയില്ല കേട്ടോ. പുള്ളിയുടെ വീട്ടിൽ പോയി പേര് ചോദിച്ചു, വേറെ പ്രാവശ്യം പേര് പറഞ്ഞു, വിളിച്ചു, എന്നിട്ടും പേര് ഓർമ്മ ഇരിക്കുന്നില്ല. ഈ വയസ്സായ എനിക്ക് ഓർമ്മ ഇരിക്കുന്നുണ്ട്. പുള്ളിയുടെ കുടുംബം വീട്ടിൽ പോയതൊക്കെ എനിക്ക് ഓർമ്മ മറക്കരുത് കേട്ടോ. ഈ ഇടയിൽ ഞാൻ വന്നത് പ്രസംഗിക്കാനല്ല വന്നത്, പ്രസംഗം കേൾക്കാൻ. ദൈവസം ഞാൻ വിളിച്ചപ്പോ ഇന്ന് ഇവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഓടി വന്നത് പ്രസംഗിക്കാനല്ല. പ്രസംഗിക്കാൻ എനിക്ക് കൊതിയൊന്നുമില്ല. 10-27 വർഷം കൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗിച്ച് വളരെ ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന മേഖലയാണ് ഇപ്പോഴും. എന്നാൽ ദൈവദാസൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോ കാക്കാമൂല കോളത്തിനടുത്ത് നിന്ന് വേഗത്തില് ആരാധനയെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഓടി വന്നു. എങ്കിലും എനിക്ക് 15 മിനിറ്റ് വേഗത്തിലിരിക്കും. ദൈവാസനയിൽ കൂടി ഇരിക്കുകയാണ്. ഇവിടെ പ്രായമല്ല പ്രധാനം, കേൾക്കുന്ന ദൂതുകൾ, ലഭിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തില് ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റവും അനുഗ്രഹത്തിന് കാരണം. വ്യർത്ഥമായിരിക്കുന്നവർക്ക് ഒന്നും ലഭിക്കത്തില്ല. ഏറ്റെടുത്ത് ആ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് നിശ്ചയമായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹകരം കൂടെ ഇരിപ്പാനിടയാകും. എനിക്ക് സമയം അനുവദിച്ചതല്ല, ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ വേദഭാഗം ഒരാൾക്ക് വായിക്കാം. 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഈ വായിച്ച വേദഭാഗം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യം. അതിനകത്ത് വളരെ നാളുകളായി ആത്മീയതയിൽ നിൽക്കുന്നവരാണ്, ദൈവവേല ചെയ്യുന്നവരാണ്, സുവിശേഷം അറിയിക്കുന്നവരാണ്, ദൈവദാസന്മാരുടെ മക്കളാണ്, ദൈവദാസ കുടുംബമാണ്. അപ്പോൾ തന്നെ വിശ്വാസത്തിൽ വന്ന് പ്രത്യാശയോടെ നിൽക്കുന്നവരാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നീതിമാന്മാരെ തേടിയല്ല വന്നത്. പാപത്തിൽ കിടക്കുന്നവരെ, ഇരുട്ടിൽ കിടക്കുന്നവരെ, ഇരുട്ടിന്റെ മണ്ഡലത്തിൽ, കഷ്ടത്തിൽ, ഭാരത്തിൽ, പ്രയാസത്തിൽ, ബന്ധനത്തിൽ ഇരിക്കുന്നവരെ രക്ഷിക്കാൻ കർത്താവായ യേശു മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി. ആ ദൈവസ്നേഹം എന്ത് എന്ന് നമ്മൾ അറിയാതിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടമാണ് ഇരുട്ടിന്റെ മണ്ഡലം. ഇരുട്ടിൽ തപ്പിത്തളയുന്നത് പോലുള്ള ഒരു സാഹചര്യം എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ ഇരുട്ടിന്റെ മേഖലയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയി. ആ വെളിച്ചത്തിൽ വസിക്കുന്ന ഞാനും നിങ്ങളും ഈ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാം. ആ ദൈവസ്നേഹം എന്ത് എന്ന് നാം മറന്നു പോകരുത്. ആ വേദഭാഗം ഞാൻ ശ്രദ്ധയിൽ ഒന്നുകൂടി കൊണ്ടുവരികയാണ്. ആ മേഖലയിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ആരെ വിടുവിച്ചു? സ്തോത്രം. നമ്മൾ വെളിച്ചത്തിലല്ല വസിച്ചത്. കർത്താവിനെ അറിയുന്നതിന് മുമ്പിൽ, കർത്താവിനെ സ്നേഹിച്ച് കർത്താവ് ഈ ഭാഗത്തേക്ക് നമ്മെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇരുട്ടിന്റെ മണ്ഡലത്തിലായിരുന്നു. ശരിയല്ലേ? അത് ശരിക്കും നമ്മൾ ആലോചിക്കുക. വചനം നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിക്കണം. നമ്മൾ ആരായിരുന്നു, ഏത് മേഖലയിൽ നിന്ന് വന്നു, കർത്താവ് നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നൊക്കെ നാം ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ബോധം വരൂ.
ഇരുട്ടിന്റെ മണ്ഡലത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് സന്തോഷത്തോടെ, ഞെരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർ, ആരാധിക്കുന്നവർ സന്തോഷത്തോടെ ആരാധിക്കണം. കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ഇടർച്ച, രോഗങ്ങൾ, ബന്ധനങ്ങള്, ശത്രുത്വങ്ങളൊക്കെ അനവധിയുണ്ട്. ഇതില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല. ഉണ്ടോ? ഒരു മനുഷ്യനുമില്ല. ഇന്ന് സൗഖ്യത്തോടെ ഇരിക്കുമെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഏതെങ്കിലും ഒരു പ്രയാസം കയറി വരും. ആ പ്രയാസത്തെ ദുഃഖിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ഞാനും നിങ്ങളും ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ ആരാധിക്കാൻ മറക്കരുത്. ഈ ദൈവത്തെ സ്നേഹിക്കാൻ മറക്കരുത്. ഈ ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്, സംരക്ഷണ ദൈവമാണ്. ആ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഈ കർത്താവ് നമ്മെ സ്നേഹിക്കും. ശരിയല്ലേ? കർത്താവ് പറഞ്ഞൊരു വാക്കാണ്, എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. എന്നെ കേട്ടിട്ട് കാണാതെ പോയാൽ തിരിഞ്ഞെന്നാണ് കാണാതെ പോകുന്നത് നമ്മൾ പറയൂ. സ്നേഹം ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടും എന്നതുപോലെ ഈ പകൽവേളയില് നാം ആത്മാർത്ഥമായി ദൈവത്തിൽ ആശ്രയിച്ച് പ്രേമിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഞാൻ ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ ഇതിനകത്ത് നീയും ഓടി വരും. ഇത്രയും ദൂരം ഉണ്ടെന്ന് നോക്കണ്ട, ദൂരം ഉണ്ടെന്ന് ചിന്തിക്കേണ്ട. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വരും. സഹോദരം, എനിക്ക് സമയം അനുവദിച്ചെന്ന വ്യക്തിമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അനുഗ്രഹീതമായ നല്ല സംഗീതസംബന്ധിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല നമ്മുടെ പാസ്റ്റർ ഷിജു ബ്രദർ ദീർഘനാൾ ശേഷമാണ് ഷിജു ബ്രദർ നമ്മൾ കാണുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടുകാരനാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്രദർ നമ്പർ തപ്പി കിട്ടിയില്ല. എന്നാലും വന്നല്ലോ. സ്വന്തം കഥാസനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തിരുവനന്തപുരം സ്തോത്രം ചെയ്യുന്ന ഭാഗത്ത് കഥാസനെ ദൈവശക്തമായി ഉപയോഗിക്കുന്നതോടെ സ്തോത്രം ചെയ്യുകയാണ്. പാസ്റ്റർ കുടുംബത്തിൽ നന്ദിയോടെ ഞങ്ങൾ ദൈവനിധിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക നമ്മുടെ കാക്കാമൂല നാരകം തട്ടുവിള ചർച്ചിലെ നമ്മുടെ പെരിയൽ വർഷിപ്പ് സെന്ററിന്റെ ശുശ്രൂഷകനാണ്. സ്തോത്രം. അദ്ദേഹത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ഒരു വലിയ സാന്നിധ്യം നമ്മുടെ വെളിപ്പെടുന്നതിനോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും. അന്ന് പല പ്രിയപ്പെട്ടവരും ഇന്ന് പകൽ നമ്മുടെ മധ്യ കടന്നു വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും സാഹചര്യങ്ങളിൽ അനുവദിയമായിരിക്കാം. സ്തോത്ര. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ 2ാമത്തെ ആഴ്ചയിലാണ് നമ്മുടെ പ്രാർത്ഥന അഭിജിത് പാസ്റ്ററുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താസിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കടലിരിക്കുന്ന പ്രിയപ്പെട്ട മകനോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഞങ്ങൾ പ്രിയ മാതാവിനോട് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. പ്രിയ മാതാവ് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നത് കേൾക്കാനിടയിൽ സന്തോഷമുണ്ട്. സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ ഓർപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ ശുശ്രൂഷകളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദിയോട് സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതിലായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നുകൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങൾ അധികമായി ശുദ്ധീകരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ കരം ഞങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ അഭിഷേകത്തോടെ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തി മറഞ്ഞു കിടക്കുന്ന ബുദ്ധികളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല രാജാവിന്റെ രംഗത്തുള്ളതിനാൽ നീയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ കടന്ന് വെളിപ്പെടുത്തേണ്ടതിനായി നീയോടെ ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അതിനായിരിക്കുന്ന പ്രിയമക്കളെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാകയാൽ, അവൻ നമുക്ക് വേണ്ടി തൊടുന്നവനാകയാൽ ഇന്ന് പകൽ ചില ജീവിതങ്ങളെ ദൈവം സന്ദർശിക്കുന്നതിനായി ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് തൊടുന്നതിനായി നീയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ തികഞ്ഞവരല്ല, ആത്മാവിൽ ബലഹീനരായ പ്രിയമക്കളുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു വലിയ കൊയ്ത്തിന്റെ ശക്തിയായിരിക്കപ്പെടുന്നത്, ഒരു നിറവിന്റെ ശക്തി
വെളിപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ജയിച്ചവനാ. ജയിച്ചവനെ കൊടുക്കേണ്ടത് സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. സകല ബന്ധനങ്ങളും പൊട്ടിക്കുവാൻ ഇതിനകത്ത് വെളിപ്പെട്ട അടഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളെ വെളിപ്പെടുത്തി, അടഞ്ഞിരിക്കുന്ന ചില വഴികൾ തുറക്കപ്പെട്ട, ശുശ്രൂഷയുടെ മേഖലകൾ തുറക്കപ്പെട്ട, ആ ശുശ്രൂഷയുടെ ശക്തികളെ പുറത്തുകൊണ്ടുവന്ന് ആരാധനയുടെ മുഖത്ത് യാമരിക്കപ്പെട്ട ഇന്ന് പകലിൽ ആത്മാവിന്റെ ശക്തിയാൽ അടഞ്ഞിരിക്കാൻ കഴിയാത്ത, മറന്നിരിക്കാൻ കഴിയാത്ത ഒരു പുതിയ ആത്മാവിന്റെ തലം ഇന്ന് വെളിപ്പെടട്ടെ. സകല ശക്തികൾ മുമ്പിലും പിന്നിലും കെട്ടപ്പെട്ടത്, മുമ്പിലും പിന്നിലും അടയ്ക്കപ്പെട്ടത് ഇന്ന് പകലയും തുറക്കപ്പെട്ടതിനാണ് സ്തോത്രം ചെയ്യുന്നത്. ഈ സഭയുടെ വാതിൽ അപ്പ തുറന്നതിനായി സ്തോത്രം. സഭയുടെ വാതിൽ അപ്പ തുറന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. തുറക്കപ്പെട്ട വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. ഇന്ന് പകൽ എന്റെ ദൈവം ചിലതിനെ തൊട്ട് ഇതിനകത്ത് ഓടി വരുന്നതിനായി സ്തോത്രം. ചില മാനസിക രോഗികളെ എന്റെ കർത്താവിനെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചില വിഭ്രാന്തിയുള്ള പ്രിയപ്പെട്ടവരെ കർത്താവിനകത്ത് കൊണ്ടുവന്നിട്ട് അവരെ സൗഖ്യമാക്കുന്ന ദിനങ്ങളാകുകയാണ്. ഈ നിവാസന്മാരുടെ ഈ നിലത്തിൽ മക്കളെ ദൈവത്തിന്റെ അഭിഷേകം വെളിപ്പെട്ട് ഒരു ഊണൊരുവിന്റെ സാധനങ്ങൾക്ക് വെളിപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്കകത്ത് വെളിപ്പെട്ട് ദൈവത്തിന്റെ കൊയ്ത്ത് വെളിപ്പെട്ട് ദൈവാത്മാവിന്റെ അധികാരം വെളിപ്പെട്ട് വെളിപ്പെടുത്തി ആർക്ക് കാണാൻ കഴിയാത്തത്, ആർക്ക് വെളിപ്പെടുത്തുവാൻ കഴിയാത്തത് ഇന്ന് പല എന്ന് വെളിപ്പെടുത്തുവാനാകട്ടെ. ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് വിട്ടുമാറാത്ത രോഗങ്ങളെ എന്റെ പിതാവ് ഇന്ന് പകൽ എടുത്തു മാറ്റി. അടഞ്ഞിരിക്കുന്നതിനെ അല്ലെങ്കിൽ ആർക്കും ഡോക്ടേഴ്സ് പോലും വെളിപ്പെടാത്തതിനെ വെളിപ്പെടുത്തി സൗഖ്യമാക്കുന്ന ഒരു നല്ല രാജാവിന്റെ ഒരു വിലപ്പെട്ട കരം വെളിപ്പെടുത്തുകയാണ്. അമ്മ ചില മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചില്ല. ഒരു കെരീത്ത് വറ്റുമ്പോൾ ഒരു മറുഭാഗത്ത് അവൻ ഒരു തുറക്കുന്ന ഒരു കെരീത്ത് വറ്റുമ്പോൾ ഒരു തുറക്കുന്ന ഒരു നല്ല കർത്താവിന്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. അവൻ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന ഒരു കൊയ്ത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഒരു കൊയ്ത്തിന്റെ വെളിപ്പെട്ട അവഗണിക്കപ്പെട്ടവരുടെ സ്ഥാനത്ത് ദൈവത്തിനു വേണ്ടി ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടുത്തി. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തുലാവുന്നതിനായി സ്തോത്രം ചെയ്യുക. ഓ മാനത്ത് പക്കച്ചിരട്ടിയവന് വെള്ളോ മനുഷ്യനായവന് ായിട്ട് പഠിപ്പിച്ച വെള്ളോ മനുഷ്യനായവന് അവൻ നിന്നെ നോക്കി പറയുകയാണ്. ഭയപ്പെടേണ്ട, ശുശ്രൂഷയുടെ തലകളിൽ പ്രാപിപ്പാൻ കഴിയാത്ത തലങ്ങൾ, ആരാധിപ്പാൻ കഴിയാത്ത തലങ്ങള്, നമ്മെ ശുശ്രൂഷിപ്പാൻ കഴിയാത്ത തലങ്ങള് ശത്രു അടച്ചു വച്ചതിന് ഇന്ന് പകൽ എന്റെ ദൈവം തുറന്നു തന്ന്
അടച്ചിട്ടതിന്, വരുമാന ഉറവിടങ്ങളെ അടച്ചിട്ടതിന്, വരുമാന സോഴ്സുകളെ അടച്ചിട്ടതിന് ഇന്ന് പകൽ എന്റെ ദൈവം തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അടച്ചാലും അടയുന്ന വാതിലുകൾ അസ്വീകരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് നേരെ ആരടച്ചാലും അതിനെ തുറന്നു വരുന്ന കർത്താവുണ്ട്. ഇന്ന് പകൽ കർത്താവിന്റെ കരം ആദരിക്കപ്പെടട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ മടങ്ങി വരുമ്പോൾ 15-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 2-3 വേദഭാഗം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. 3 കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിനകത്ത് വെളിപ്പെടുത്തുന്നത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെ അവന് നീക്കിക്കളയുന്നു. 2, കായ്ക്കുന്നതൊക്കെയും അവന് അധികം ഫലം കായ്ക്കേണ്ടതിന് നീതു ചെത്തി വെടിപ്പാക്കുന്നു. 3-ാമത്തെ ഭാഗമാണ് ആമേൻ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. ഈ വചന നിമിത്തം നമ്മൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ 3 കാര്യങ്ങൾ ആമേൻ അവിടെ പറയുന്നു. എന്നിൽ കായ്ക്കാത്തതിനെ കർത്താവ് നീക്കം ചെയ്യും. ആമേൻ. കായ്ക്കുന്നതിനെ കർത്താവ് അധികമായി ഉപയോഗിക്കപ്പെടും. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അത് മാത്രമല്ല, ശുദ്ധനാക്കുന്ന ഒരു വചനമുണ്ട്, ശുദ്ധയാക്കുന്ന ഒരു വചനമുണ്ട്. അതൊന്ന് പകരത്ത് വെളിപ്പെടുത്തിയോട് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. അടുത്ത പറയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പ് അവൻ നീക്കിക്കളയും. സ്തോത്രം ചെയ്യുന്നു. എന്തിനാ ഇങ്ങനെ അവൻ എടുത്തു കളയുകയില്ല, അത് വെട്ടിക്കളയുകയില്ല. എന്ത് ചെയ്യാ? ഇരിക്കുന്ന സ്ഥലം അവൻ എന്ത് ചെയ്യുന്നു? നീക്കിക്കളയുകയാണ്. കാരണം ഇനി കൊള്ളത്തില്ല, ഇനി നീക്കിമൊക്കെ വെട്ടി മാറ്റി വെച്ചാൽ പൊട്ടിത്തീർക്കും. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യാ? എന്നേക്കുമായി നീക്കിക്കളയുന്ന കർത്താവാണ്. ഈ കായ്ക്കുന്നുവെങ്കിൽ വേഗത്തിൽ കായ്ച്ചു പോകണം. ഇല്ലായെങ്കിൽ എന്റെ കർത്താവ് വേഗത്തിൽ നീക്കിക്കളയും. നീക്കിക്കളയുവാൻ നീ പ്രാപിച്ച ശുശ്രൂഷ തള്ളിക്കളയാതെ, നീ പ്രാപിച്ച ശുശ്രൂഷ എന്റെ കർത്താവ് നീക്കിക്കളയാൻ ഇടം കൊടുക്കാതെ, അധികമായി നീ ഫലം കായ്ക്കേണ്ടതിന് ഇന്ന് പകൽ നീ ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ കർത്താവ് നീക്കിക്കളയാൻ ഇടം കൊടുക്കാതെ, എന്റെ കർത്താവ് നീ കൊല്ലപ്പെടിക്കാതെ, ഈ പകൽ ഈ സന്ധ്യാവേളയിൽ എന്റെ ദൈവത്തിന് ഞാൻ ഓർപ്പിക്കപ്പെടുകയാണ്. നീക്കിക്കളയുവാൻ ഇടം കൊടുക്കരുത്, തള്ളിക്കളയാൻ ഇടം കൊടുക്കരുത്. അവൾ നിന്നെ മാനിക്കുന്നവനാ. ഇന്ന് പകലിൽ നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നത് കർത്താവിനകത്തുണ്ട്. വെട്ടിക്കളയുന്നവനല്ല, നീക്കിക്കളയുന്നവനാ. വെട്ടിയാൽ ഓർത്തോണം അവൻ പൊട്ടിക്കും. അവൻ എങ്ങനെയെങ്കിലും പൊട്ടിക്കും. പക്ഷേ ഇനി അവൻ കർത്താവിന് താമസമില്ല. എന്റെ കർത്താവിന് അവൻ ഇനി അവിടെ വച്ചേക്കേണ്ട ആവശ്യമില്ല. അവൻ നീക്കിക്കളയുന്നവനാ. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവവചനം പറയുകയാണ്, എന്നിൽ കായ്ക്കാത്തതിനെ എന്റെ കർത്താവ് നീക്കം ചെയ്തിട്ട് അവൻ ആ സ്ഥാനത്ത് ഫലം കായ്ക്കുന്നതിനെ, അധിക ഫലം കായ്ക്കേണ്ടതിന് എന്റെ ദൈവം അതിനെ ചെത്തി വെടിപ്പാക്കുന്ന കാലഘട്ടം. ഇന്നലെ വരെ കാഴ്ചയിലേക്ക്, ഇന്നലെ വരെ കായ്പാൻ ഫലം കിട്ടാൻ ഇടതീർന്നിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ എന്റെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ ഫലം കായ്ക്കാൻ പോവാ. കായ്ക്കുന്നതിനെ എന്റെ കർത്താവ് അധികമായിട്ട് തീർന്നു നമ്മെ കായ്ക്കേണ്ടതിനായിട്ട് ചെത്തി വെടിപ്പാക്കാൻ പോവുകയാണ്. കായ്ക്കുന്നതിനെ ഒന്നുകൂടെ ചെത്തി വെടിപ്പാക്കി, കായ്ക്കുന്നതിനെ ഒന്നുകൂടെ ചെത്തി വെടിപ്പാക്കിക്കണേ. ഇന്ന് പകലിൽ കായ്ക്കുന്ന വൃക്ഷത്തെ എന്റെ കർത്താവ് ഇന്ന് ഒന്നുകൂടെ പണിയാൻ പോവുകയാണ്. ഈ ചോദിക്കർത്താവേ, ഇത്ര മാത്രം ഞാൻ ശോഭിച്ചിട്ട്, ഇത്ര മാത്രം ഞാൻ ആരാധിച്ചിട്ട്, ഇത്ര മാത്രം ഞാൻ പ്രസംഗിച്ചിട്ട്, ഇത്ര മാത്രം ഞാൻ ശുശ്രൂഷിച്ചിട്ട് എന്നിൽ അധികമായി കായ്ക്കുവാൻ കഴിഞ്ഞില്ലല്ലോ. നീ അനുഭവിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് ചെറുതല്ല, നീ അനുഭവിക്കുന്ന വേദന ചെറുതല്ല, നീ അനുഭവിക്കുന്ന ദുഃഖം ചെറുതല്ല. നിന്നെ ചെത്തി വെടിപ്പാക്കുന്നത് ലക്ഷണങ്ങളാണത്. നീ പറയാറില്ലേ, എനിക്കൊരു നന്മ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഭയപ്പെടണ്ട, ദൈവം നിനക്കൊരു നന്മ ഒരുക്കി വച്ചിട്ടുണ്ട്.
ദൈവം നിനക്കൊരു ഭാവി ഒരുക്കി വച്ചിട്ടുണ്ട്. ദൈവം നിനക്കൊരു ശുശ്രൂഷ വച്ചിട്ടുണ്ട്. ദൈവം നിനക്കൊരു അനുഗ്രഹം വച്ചിട്ടുണ്ട്. അവൻ നിനക്കൊരു വരുമാനം എന്റെ കർത്താവ് വച്ചിട്ടുണ്ട്. ആധിപത്യങ്ങൾ ദൈവം നീക്കി മാറ്റാൻ പോവുകയാണ്. ഇന്നലെ വരെ കുടുംബത്തിനകത്ത് തേർവാഴ്ച നടത്തിയതായ ചില ആധിപത്യങ്ങൾ നിന്നെ വിട്ടു മാറിയില്ല. പുതിയ ശക്തി അവതരിക്കപ്പെട്ട് ദൈവത്തിന്റെ മക്കളെ ഇന്നലെ വരെ നിന്നെ താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നതായ ആ ശക്തിയെ നീക്കിക്കളഞ്ഞിട്ട് നീ ഒന്നുകൂടെ ഫലം കായ്ക്കാൻ പോകുന്നു. നീ ഒന്നുകൂടെ വളരാൻ പോവുകയാണ്. നിന്റെ ചുറ്റുപാടുകൾ നിനക്ക് നേരെ ശത്രു വെല്ലുവിളിക്കപ്പെടുമ്പോ, അപവാദിയായ സാത്ത നിനക്ക് നേരെ അവകാശം പറയുമ്പോൾ, ഇന്ന് പകൽ എന്റെ കർത്താവ് ദൂത് വിളിച്ചു പറയുകയാണ്, നിന്നെ ചെത്തിമടിപ്പാക്കുന്ന ഒരു പകലാണ്. അതെങ്ങനെയാ നീ അധികമായി ഫലം കായ്ക്കപ്പെടേണ്ടതിന്. ഇന്ന് പകൽക്കാലം നമ്മെ ചിലപ്പോൾ ആത്മാക്കളൊന്നും കിട്ടിയില്ലായിരിക്കുക. നീ ഭാരപ്പെടേണ്ട. നിനക്കൊരു ചെത്തി വെടിപ്പാക്കുന്ന ഒരു നല്ലൊരു പകലകത്ത് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പകലകത്ത് ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ 2025 ഈ 3-ാം മാസം അവസാനിക്കുന്ന കാലഘട്ടം വെളിപ്പെടുമ്പോൾ നിനക്കൊരു പുതിയ ശുശ്രൂഷയുണ്ട്. നിനക്കൊരു പുതിയ ആരാധനയുണ്ട്. നിനക്കൊരു പുതിയ വെളിപ്പാടുണ്ട്. പുതിയ ശുശ്രൂഷകൾ വെളിപ്പെടാൻ പോവുകയാണ്. കായ്ക്കാത്തതിനെ കർത്താവ് നീക്കം ചെയ്തിട്ട് കായ്ക്കുന്നതിനെ കർത്താവ് അധികമായ ഫലം കായ്ക്കേണ്ടതിന് കർത്താവ് അതിനെന്ത് ചെയ്യാം? ചെത്തി പിടിപ്പാൻ. ഒരു സൈഡിൽ തുടങ്ങി മറു സൈഡ് വരെ ചെത്തി അങ്ങേറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നിന്നെ വെടിപ്പാക്കി എടുക്കുന്ന ഒരു കർത്താവ്. അത് പറഞ്ഞാൽ വെണ്മയാക്കുന്ന ഒരു കർത്താവ്. നിന്നെ ശുദ്ധിയുള്ളവനാക്കുന്ന ഒരു കർത്താവാണ്. നിന്നെ ശുദ്ധീകരിക്കുന്ന ഒരു കർത്താവാണ്. നിന്നെ അവിടെ നിന്ന് ശുദ്ധനാക്കി തീർക്കുന്ന ഒരു കർത്താവാണ്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് മതി, എനിക്ക് മതി കർത്താവേ. ജീവിതം അവസാനിച്ചു, ശുശ്രൂഷ അവസാനിച്ചു, ആരാധന അവസാനിച്ചു, എനിക്ക് ഞങ്ങൾക്കൊരു നന്മയില്ലെന്ന് ശത്രു